ഈ പാരൻസ് മനസ്സിലാക്കേണ്ടത് എന്താണ്? അതായത് അവർക്ക് ഈ പറഞ്ഞ പോലെ എല്ലാ സൗകര്യങ്ങളും, ഫിസിക്കലി ഉള്ള സൗകര്യങ്ങൾ വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുക എന്നുള്ളത് മാത്രമല്ലല്ലോ, അതിനപ്പുറത്ത് എന്തൊക്കെയാണ് ഒരു കുട്ടിക്ക് വേണ്ടത് ഒരു പാരൻറ്റിൻ്റെ അടുത്ത് നിന്ന്? മറ്റ് ഖലീൽ ജിബ്രാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, കുട്ടികളല്ല ഒന്നും മൂവ് ചെയ്യുന്നത്, പാരൻസാണ് ശരിക്കും മൂവ് ചെയ്യുന്നത്. അവരാണ് തീരുമാനം എടുത്തിട്ട് കുട്ടികളെ ഈ ഒരു ലൈഫിലേക്ക് കൊണ്ടുവരാം എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബേസിക് സാധനമാണ് പാരൻസ് ചെയ്യേണ്ട. സേഫ്റ്റി ആണെങ്കിലും, ഫുഡ് പ്രൊവൈഡ് ചെയ്യേണ്ടതാണെങ്കിലും, ഷെൽട്ടർ പ്രൊവൈഡ് ചെയ്യേണ്ടതാണെങ്കിലും, ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യേണ്ടതാണെങ്കിലും ഒരു പ്രായം വരെ, അതൊക്കെ പാരൻസിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിലാണ് വരുന്നത്. നമ്മൾ പറയല്ല ബെയർ മിനിമം പോലെ ചെയ്യേണ്ട സാധനമാണ്. അത് നല്ല കാര്യമാണ്. ഒരു കുട്ടിക്ക് അതൊക്കെ പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുന്നത് എല്ലാ പാരൻസിനും പറ്റണ്ട, ഇല്ലെങ്കിൽ ചില സമയത്ത് പറ്റാതെ, ഇല്ലെങ്കിൽ എഫേർട്ട് ഇട്ട് ചെയ്യുന്ന സാധനം തന്നെയാണ്, നല്ല കാര്യം തന്നെയാണ്. ഇതിൻ്റെയൊക്കെ പുറമെ അവരുടെ ഫിസിക്കൽ സേഫ്റ്റി പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അവരുടെ മെൻ്റൽ സേഫ്റ്റി. ആ മെൻ്റൽ സേഫ്റ്റിക്ക് എന്തൊക്കെ ഈ പാരൻസ് ചെയ്യണം എന്നതിനെ പറ്റിയിട്ട് നല്ല ധാരണ വേണം. ഞാൻ എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാലാണ് അത് കുട്ടീനെ എഫക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് ആ കുട്ടീനെ ഡീൽ ചെയ്യേണ്ടത്, ആ കുട്ടീനെ എങ്ങനെയാണ് ഞാൻ സേഫായിട്ട് വളർത്തി കൊണ്ടുവരേണ്ടത്, ഈ ഒരു വേൾഡിൽ നടക്കുന്ന എല്ലാ സംഭവങ്ങളോടും ഞാൻ എങ്ങനെയാണ് ആ കുട്ടീനെ അഡാപ്റ്റ് ചെയ്യാൻ പഠിപ്പിക്കേണ്ടത്, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി കൊടുത്തേ പറ്റുള്ളൂ. അപ്പോൾ കുട്ടീൻ്റെ അടുത്ത് ഇത് മാത്രമാണ് നമ്മൾ പറയുന്നത്, നിങ്ങൾക്ക് അത് ചെയ്തിരുന്നില്ല, ഇത് ചെയ്തിരുന്നില്ല എന്ന്. പക്ഷെ അത് ചെയ്തിട്ടുണ്ട്, പക്ഷേ അതേസമയം 50% ഇവിടെ ലാക്കിംഗ് ആണ്, ആ ഗ്യാപ്പ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് കുട്ടിക്ക് എത്ര കിട്ടിയാലും മതിയാവാത്തത്. കുട്ടീൻ്റെ നീഡ്സ് എന്താണ്, വാണ്ട് എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം. മനസ്സിലായോ? അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പാരൻസ് എന്നുള്ള രീതിയിൽ ഇവിടെ എഫേർട്ട് ഇടുമ്പോൾ അവിടെയും നമ്മൾ എഫേർട്ട് ഇടേണ്ടതായിട്ടുണ്ട്. അല്ലാണ്ട് ഇപ്പോൾ ഇമോഷണലി നെഗ്ലക്റ്റ് ചെയ്യുന്ന ഒരു പാരൻറ്റ് പകരം എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ട് കാര്യമില്ല. അവർക്ക് ചിലപ്പോൾ വേണ്ടത് ഒരു ഹഗ്ഗായിരിക്കാം, ഇല്ലെങ്കിൽ വീട്ടിലേക്ക് വരുമ്പോൾ ചിരിച്ചുകൊണ്ട് വരുന്ന ഒരു ഫാദറിനെ ആയിരിക്കാം, ഇല്ലെങ്കിൽ അവർ പ്രശ്നങ്ങൾ വരുമ്പോൾ കെട്ടിപ്പിടിക്കുന്ന ഒരു പാരൻ്റ് ആയിരിക്കാം. അത് മതിയായിരിക്കും ചിലപ്പോൾ അന്ന് വീക്കെൻഡിൽ അവരെ പുറത്ത് കൊണ്ടുപോകുന്നതിനേക്കാളും കൂടുതൽ. അപ്പോൾ ഓരോ ആൾക്കാരുടെയും നീഡ് എന്ന് പറയുന്നത്, ഇല്ലെങ്കിൽ ഈ പറഞ്ഞ സാധനങ്ങൾ ഇസ് ഡിഫറെൻറ്റ്. അപ്പോൾ ആ നീഡിനനുസരിച്ചിട്ടാണ് എന്താണ് അവർക്ക് വേണ്ടതാണ് കൊടുക്കേണ്ടത്.